എല്ലാ കൃപ ലഭിച്ച ദൈവമക്കളും ഒന്നിച്ച് തിരുവെഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. കാലിലെ ചെരുപ്പൂരി ഇട്ടതിന് ശേഷം മോശ തീയുടെ മുൻപിൽ നിന്നുകൊണ്ട് കേട്ടതുപോലെ കേൾക്കേണ്ട ഒരു അഗ്നി സന്ദേശത്തിലേക്കാണ് ഞാനിന്ന് രാത്രിയിൽ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നത്. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ആ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് രാത്രി വേഗം കൊണ്ടുവരുവാൻ ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. തികച്ചും പ്രാർത്ഥനയോടുകൂടിയ വേദഭാഗം വായിച്ച് സഹായിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഒരു നിമിഷം വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇന്ന് രാത്രി നിത്യതയ്ക്കായി ചിലരെ സ്വർഗം ഒരുക്കുന്ന രാത്രിയാകേണ്ടതിന് എല്ലാ നാവുകളിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് പറയാം, ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രതിഫലനം, ഒറ്റ വാക്ക് ശ്രദ്ധിക്കണേ, ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രതിഫലനം ഇവിടെ വെളിപ്പെട്ടാൽ പോരാ. സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഇത്രയും വർദ്ധിച്ച ഈ സാഹചര്യത്തിൽ ഈ മാധ്യമങ്ങളിലൂടെ ഈ ദൂത് എവിടൊക്കെ കേൾക്കുന്നോ അവിടൊക്കെ ആത്മാക്കളുടെ വിടുതലായി തീരാൻ എൻ്റെ മുൻപിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശക്തമായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. എല്ലാ നാവിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. അന്ധകാര ശക്തികൾ പിടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ആത്മാവിൽ വിടുവിക്കപ്പെടണം. അതിന് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ദൈവമക്കളിൽ വെളിപ്പെട്ടു വരേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ നടപടിക്രമം അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നടപടിക്രമം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ നടപടിക്രമം ദൈവിക ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ച് തുടങ്ങുന്ന ദൈവമക്കളുടെ ആരാധനയ്ക്ക് നടുവിലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുക മാത്രമല്ല, പൈശാചിക ശക്തികൾ അമർത്തി വെച്ചിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ കെട്ട് തകർത്ത് പുറത്തു വരിക തന്നെ ചെയ്യും. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രൻ്റെ കരത്താൽ ഒരു അടയാളത്തോടുകൂടിയ ദൈവപ്രവൃത്തി ഈ ഓഡിറ്റോറിയത്തിൽ സംഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മ പ്രവൃത്തിക്കായി ഈ രാത്രി യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. കർത്താവ് അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളിൽ ഒന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ സ്വർഗത്തിൻ്റെ ജുഡീഷ്യറി, ദൈവത്തിൻ്റെ നീതിന്യായ കോടതി എന്ന വിഷയത്തിലേക്ക്
ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രിയിൽ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈജിയനാഴി അവിരാമം അലയടിച്ചുയരുന്ന തിരമാലകൾ തെറിപ്പിക്കുന്ന ജലഗണങ്ങൾ തുഷാരവർഷ സമാനം തളിച്ചു നിൽക്കുന്ന പത്മോസ് ഒരുക്കിയ പശ്ചാത്തലത്തിൽ ഇത്തരം നാടുകടത്തപ്പെട്ട നിരവധി ആളുകളുടെ അസ്ഥിപഞ്ജരങ്ങളും കപാലങ്ങളും തലയോടുകളും ശിഥിലങ്ങളും അനാവൃതങ്ങളുമായി പല്ലിളിച്ച് ചിതറിക്കിടക്കുന്ന ഭീകരവും ഭയജനകവുമായ ഏകാന്ത ദ്വീപിൽ പീഡിത സഭകളെക്കുറിച്ചുള്ള ഭാരം പേറി തളർന്ന അവശനായി മുഴങ്കാൽ മടക്കിയ യോഹന്നാന്റെ കൺമുൻപിൽ സ്വർഗം തുറക്കപ്പെട്ടു. ആർക്കുമില്ലാത്ത ശോധന ഒരു ദൈവപൈതൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം അവന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് കൃപ ലഭിച്ച ദൈവമക്കൾ. ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിൻ്റെ കുടുംബത്തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇയ്യോബിൻ്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, യേശുവിൻ്റെ ക്രൂശിൻ്റെ പുറകിൽ ഒരു കരം ഉയർന്നെങ്കിൽ, നീ അനുഭവിക്കുന്ന പോരാട്ടത്തിൻ്റെ പുറകിലും നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് തന്നെയാണ്. ആദ്യത്തെ സാമ്രാജ്യ വ്യാപകമായ പീഡ നീറോ എന്ന നീചനായ ഭരണാധികാരിയുടെ കാലത്തായിരുന്നു. അതിക്രൂരവും ഭീകരവും പൈശാചികവുമായിരുന്നു ആ പീഡയുടെ സ്വഭാവം. 10,000-കണക്കിന് ക്രൈസ്തവർ ക്രൂരമായി കൊല്ലപ്പെട്ടു. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ചും, വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ചും അലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടിപ്പൊട്ടിച്ചും, വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരത്തെ 2 തുണ്ടാക്കി കീറി മാറ്റിയും, മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്നും, അലറിയെടുക്കുന്ന ഘോര ജന്തുക്കൾ കൂണിന് വലിച്ചെറിഞ്ഞു കൊടുത്തും, വെട്ടിത്തിളങ്ങുന്ന പടവാള് കൊണ്ട് കഴുത്ത് വെട്ടിമാറ്റിയും ക്രൂരവും മനുഷ്യത്വരഹിതവുമായി ക്രൈസ്തവരെ കൊന്നുകൂട്ടുന്ന കാലഘട്ടം. നീറോ ഒരു നീചനായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇരയുടെ മരണപ്പിടച്ചിൽ മുൻപിൽ കാണുമ്പോൾ അതിലൂടെ വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന ഒരുതരം മനോരോഗം നീറോയെ ബാധിച്ചിരുന്നു. സ്വന്തം ഭാര്യയെ അയാൾ, 2 ഭാര്യമാരെ അയാൾ സ്വന്തം കൈകൊണ്ടാണ് കൊന്നത്. സ്വന്തം പെറ്റ തള്ളയെ അയാളുടെ കൈകൊണ്ടാണ് കൊന്നത്. അയാൾ ഒരു മനോരോഗിയായിരുന്നു. അയാൾ ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് പൗലോസ് അപ്പസ്തോലൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടത്. ആ സമയത്താണ് പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടത്. രണ്ടാമത്തെ സാമ്രാജ്യ വ്യാപകമായ പീഡ ഡൊമിഷ്യൻ എന്ന ഭരണകർത്താവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഒന്നാമത്തെ പീഡയുടെ അത്രയും ക്രൂരതരമായിരുന്നില്ലെങ്കിലും പീഡ അതിഭീകരമായിരുന്നു. ദൈവവും കർത്താവുമായവൻ എന്ന് യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും സംബോധന ചെയ്യുവാൻ കൂട്ടാക്കാത്ത ക്രൈസ്തവരുടെ മുൻപിൽ ദൈവവും കർത്താവും എന്ന് നീറോ ഡൊമിഷ്യനെ സംബോധന ചെയ്യണം എന്ന താല്പര്യം മുൻപിൽ നിർത്തിക്കൊണ്ട് രാജകീയ ആരാധന ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ കഴുത്ത് മുറിയേണ്ടി വന്നാലും, ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, എല്ലാവരാലും പരിത്യജിക്കപ്പെട്ടാലും, രക്തസാക്ഷികളാകേണ്ടി വന്നാലും, യേശുക്രിസ്തുവിനെ അല്ലാതെ ദൈവവും കർത്താവും എന്ന് സംബോധന ചെയ്യുവാൻ ഒരു വിധത്തിലും അതല്ലാതെ തയ്യാറാകാത്ത ക്രൈസ്തവരെ കൊല്ലാൻ ഇതിൽ കൂടുതൽ തെളിവുകൾ മറ്റൊന്നും ആവശ്യമായിരുന്നില്ല. അതിക്രൂരവും നീചവും മനുഷ്യത്വരഹിതവും കൂട്ടക്കൊല അരങ്ങേറുകയാണ്. ഞാനൊരു വസ്തുത ആമുഖത്തിൽ തന്നെ പറയട്ടെ. അധികാരത്തിനോ ആയുധത്തിനോ ചങ്ങലയ്ക്കോ തോക്കിൻ കുഴലിനോ തകർക്കാൻ കഴിയുന്നതല്ല ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കളിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി. ഇതിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞിറങ്ങിത്തിരിച്ച് യോഹന്നാനെ കളകസ്ഥം ചെയ്താൽ, അവൻ്റെ കഴുത്തറത്തു താലത്തിലെത്തിച്ചാൽ പ്രസംഗം തോറ്റെന്നാണ് അന്നത്തെ അധികാരികൾ വിചാരിച്ചത്. പക്ഷെ കഴുത്തു മുറിച്ച് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തോക്കില്ല. പ്രസംഗത്തിൻ്റെ ആകെ പൊരുളായവൻ ഇറങ്ങി വരും പ്രസംഗിക്കാൻ. അവനെ കാൽവറിയിൽ തകർത്താൽ, കല്ലറയിൽ കല്ല് വെച്ച
കണ്ണടച്ചടച്ച് സാമ്രാജ്യ ശക്തികളെ കുഴിമാടത്തിന് കാവൽ നിന്നാൽ പ്രസംഗം തൂക്കില്ല. 3-ാം നാൾ അവൻ കല്ലറയെ ഭേദിച്ചുയർക്കും. കല്ലറയ്ക്ക് അവനെ പിടിച്ചു വയ്ക്കാൻ കഴിയുകയില്ല. അവനിവിടുന്ന് പോയാൽ പ്രസംഗം തീരില്ല. സഹോദരൻ യാക്കോബ് എഴുന്നേൽക്കും പ്രസംഗിക്കാൻ. അവനെ വാളുകൊണ്ട് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ ഹെരോദേസേ? പറ്റില്ല. നീ അവനെ വാളുകൊണ്ട് കൊന്നാൽ ദൈവത്തിന് സ്തോത്രം, മറ്റൊരുവനെ, ഒരു സ്തേഫാനോസിനെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ എറിഞ്ഞു കൊന്നാൽ പ്രസംഗം തീർക്കാമോ? പറ്റില്ല. എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിക്കുന്ന ശൗലേ, നിന്നെ കൊണ്ട് സ്വർഗം ഇതെടുത്ത് പ്രസംഗിപ്പിക്കും. ആ കർത്തൃദാസനെ ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ കുനിച്ചു നിർത്തി കഴുത്ത് വെട്ടിമാറ്റി പ്രസംഗം തീർന്നില്ല. ഒരു തിമത്തിയോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു പ്രസംഗിക്കാൻ. അദ്ദേഹത്തെ ഉമിത്തിയിൽ നീട്ടിക്കൊന്നു, പ്രസംഗം തീർന്നില്ല. സിംഗ്ലി, മാർട്ടിൻ ലൂഥർ, കാൽവിൻ, ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചു പ്രസംഗിക്കാൻ. അവരെ മുഴുവൻ ഈ ഭൂമിയിൽ അസ്തമിപ്പിച്ചു, പ്രസംഗം തീർന്നില്ല. സാധുക്കളായി ഞങ്ങളെ ദൈവം ഇവിടെ നിർത്തി പ്രസംഗിക്കാൻ. ഞങ്ങളുടെ കഴുത്തുറത്ത് നിലത്തൊട്ട് തട്ടിയാൽ ഈ പ്രസംഗം ഇവിടെ അവസാനിക്കില്ല. ശുണ്ഠിത്തരം കാട്ടിക്കൊണ്ട് അമ്മമാരുടെ മടിയിലിരിക്കുന്ന പിഞ്ചോമനകളെ നാളെയുടെ നീളങ്ങളിൽ ഈ സത്യവചനവുമായി വേദിയിൽ നിർത്താൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇടിക്കാൻ ആയുധം ഉയർത്തിയവനെ കൊണ്ട് ഇത് പണിയിക്കാൻ ശക്തനാണ് നാം സേവിക്കുന്ന ദൈവം. മറക്കരുത്, ഈ ശുശ്രൂഷയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ പത്മോസിൽ വെച്ച് കർത്തൃദിവസത്തിൽ ആത്മവിവശനാകുമ്പോൾ വെളിപ്പാട് പുസ്തകം എന്ന പ്രവചന മർമ്മങ്ങളുടെ ശൃംഖലകൾ തൻ്റെ കൺമുൻപിൽ തുറന്നു വരികയാണ്. 22 അധ്യായങ്ങളാണ് ഈ ദർശനത്തിനുള്ളത്. എല്ലാ വിഷയത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. എങ്കിലും നിങ്ങൾ തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ വെളിപ്പാടാണ്. 2-3 അധ്യായങ്ങളിൽ സപ്തസഭകളുടെ വെളിപ്പാടാണ്. 4-ാം അധ്യായത്തിൽ എടുക്കപ്പെട്ട സഭയുടെയും തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെയും വെളിപ്പാടാണ്. 5-ാം അധ്യായത്തിൽ സ്വർഗീയ സദസ്സിൻ്റെ വെളിപ്പാടാണ്. 6-ാം അധ്യായത്തിൽ മുദ്രിത ഗ്രന്ഥം ഭേദിക്കുന്നതിൻ്റെ വെളിപ്പാടാണ്. 7-ാം അധ്യായത്തിൽ ഒരു മുദ്രിത ഗണത്തിൻ്റെ വെളിപ്പാടാണ്. 8-ാം അധ്യായം കാഹളങ്ങൾ ഊതാൻ, സംഭവങ്ങൾ വിളിച്ചു വരുത്തപ്പെടാൻ കാത്തു നിൽക്കുന്ന ദൂതന്മാരുടെ വെളിപ്പാടാണ്. 9-ാം അധ്യായത്തിൽ അധോലോക ജീവികളുടെ രംഗപ്രവേശനത്തിൻ്റെ വെളിപ്പാടാണ്. 10-ാം അധ്യായത്തിൽ മേഘമുടുത്തും ആകാശവില്ല് തലയിൽ ധരിച്ചും നിൽക്കുന്ന സിംഹഗർജനം പോലെ അത്യുച്ചത്തിൽ ആർക്കുന്ന ഒരു മഹാദൂതന്റെ വെളിപ്പാടാണ്. 11-ാം അധ്യായത്തിൽ പലസ്തീൻ നാട്ടിൽ കൊല്ലപ്പെടുന്ന 2 സാക്ഷികളുടെ വെളിപ്പാടാണ്. 12-ാം അധ്യായത്തിൽ 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ 10 രാജമുടിയും തീ നിറമുള്ള ഒരു മഹാസർപ്പത്തിന്റെ വെളിപ്പാടാണ്. 13-ാം അധ്യായത്തിൽ ഇനിയും യുഗത്തിന്റെ സന്ധ്യയിൽ എഴുന്നേൽക്കാൻ തുടങ്ങുന്ന എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ വെളിപ്പാടാണ്. കടലലകൾ, തിരമാലകൾ ഇരമ്പി മറിയുന്നതിനകത്തു നിന്ന് ഹിംസ്രഭാവത്തോടെ ഒരു ഭീകര ജീവി രംഗത്ത് വരികയാണ്. ലോക ചരിത്രത്തിൽ ഉദിച്ചുയർന്ന് അസ്തമിച്ചു പോയ പഴയ റോമാ സാമ്രാജ്യത്തിന്റെ ഇലികക്കല്ലുകൾക്കകത്തു നിന്ന് ഒരു പുതിയ ഭരണകൂടം ലോകത്തിന്റെ അകിലും പിടിയും നിയന്ത്രിക്കാൻ രംഗത്ത് വരും എന്ന വെളിപ്പാടാണ് 13-ാം അധ്യായം. 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ രക്ഷിത ഗണത്തിന്റെ വെളിപ്പാടാണ്. 15-ാം അധ്യായത്തിൽ ക്രോധകലശ പകർച്ചയുടെ വെളിപ്പാടാണ്. 16-ാം അധ്യായത്തിൽ അത് മുഖാന്തരം ഈ പ്രകൃതിയുടെ താളം തകരുകയാണ്. അത്യുഗ്രമായ ഭൂകമ്പത്തിൽ മാനവകുലം കൂട്ടമരണത്തെ അഭിമുഖീകരിക്കുകയാണ്. 17-ാം അധ്യായത്തിൽ മത ബാബിലോണിന്റെ മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന അഭിസാരികയായ ഒരു മൃഗത്തിന്റെ പുറത്ത് ചവിട്ടിയിരിക്കുന്ന ഒരു സ്ത്രീയുടെ വെളിപ്പാടാണ്. മൃഗം അന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ്, പുറത്തിരിക്കുന്ന സ്ത്രീ അന്നത്തെ മതവ്യവസ്ഥിതിയാണ്. മൃഗം ഈ സ്ത്രീയെ കുടഞ്ഞു നിലത്തിടുന്നത് മതവ്യവസ്ഥിതിയും രാഷ്ട്രവ്യവസ്ഥിതിയും തമ്മിൽ കൊമ്പ് കോർക്കുകയും അവസാനം മതവ്യവസ്ഥിതിയെ രാഷ്ട്രവ്യവസ്ഥിതി ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് 17-ാം അധ്യായം. 18-ാം അധ്യായം ഈ ഭൂമിയിലെ
യഥാർത്ഥ ബാബിലോൺ 61 മിനിറ്റ് എടുക്കാതെ 59 മിനിറ്റ് ശേഷിപ്പിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന അക്ഷരിക ബാബിലോണിന്റെ തകർച്ചയുടെ വെളിപ്പാടാണ് 19-ാം അധ്യായം. നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന അധ്യായമാണ്. കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ വെളിപ്പാടാണ്. 20-ാം അധ്യായം അന്ത്യന്യായവിധിയുടെ വെളിപ്പാടാണ്. 21-ാം അധ്യായം ദൈവജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള സമചതുര ഘനവടിവമായ നീളവും വീതിയും ഉയരവും സമമായ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി പാർക്കാൻ മണവാളൻ ഒരുക്കിയിരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നരുളി ചെയ്ത അരുമനാഥന്റെ വാക്കുകൾ നിവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുസഭ പുത്തനാം യെരൂശലേം എന്ന ഭാവി പ്രതീക്ഷയിലേക്ക് പ്രവേശിക്കുന്ന വെളിപ്പാടാണ് 21-ാം അധ്യായം. 22-ാം അധ്യായം ഭാവി കാല നിത്യതയുടെ വെളിപ്പാടാണ്. നിത്യത മുതൽ നിത്യത വരെ കാണാൻ എൻ്റെ ദൈവം എൻ്റെ കണ്ണ് തുറന്നതുകൊണ്ട് ഞാൻ ഭാഗ്യവാനാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഇതിൽ 20-ാം അധ്യായത്തിലെ ഒരു പ്രത്യേക രംഗത്തേക്കാണ് എൻ്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയെ ഞാൻ ഇന്ന് രാത്രിയിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 20-ന്റെ 11-ാമത്തെ വാക്യം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിനു മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾ കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇങ്ങനെ ഒരാൾ ഉയരത്തിലുണ്ട് എന്ന ബോധ്യം ഭരിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഇങ്ങനെ ഒരാൾ ഉയരത്തിലുണ്ട് എന്ന ബോധ്യം ഭരിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൻ്റെ ഒരു കോണിൽ ചാരികസേരയിൽ ചാരിക്കടന്ന് താമ്പൂലമിശ്രിതം വായിൽ കൊണ്ട് കട്ടിക്കണ്ണാടിയും വെച്ച് ഉറങ്ങുന്ന ഒരു പൊട്ടൻ മുതുക്കനപ്പൂപ്പനെയല്ല നമ്മൾ ഇന്ന് രാത്രി സേവിക്കുന്നത്. നീതിയോടെ ന്യായം വിധിക്കുന്നവൻ്റെ കരം ചരിത്രത്തിൻ്റെ പുറകിൽ ചലിക്കുന്നുണ്ട് എന്ന ബോധ്യം ഭരിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി പറയണം, വളരെ ഭയത്തോടെ വേണം ഈ രാത്രി കർത്തൃസന്നിരിക്കാൻ. ഇങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ സ്തോത്രം, അനുഭവം പ്രാപിച്ച ദൈവമക്കൾ പറയും ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. സ്തോത്രം. ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട് എന്നതിന് എന്താ തെളിവ്? ദൈവം ഉണ്ടോ? ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? അല്ല, നിന്റെ അപ്പനുണ്ടോ? ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ഒരാൾ തിരിച്ചു ചോദിക്കേണ്ടി വന്നു. ഞാനൊരു വസ്തുത പറയാം. ദൈവമുണ്ടോ എന്നതിന് നിന്റെ അപ്പനുണ്ടോ എന്നതാണ് യുക്തിപരമായി ചില ചോദ്യങ്ങളെങ്കിലും ഒരു വസ്തുത ഓർക്കുക, ദൈവമുണ്ട് എന്നതിന് കൂടുതൽ തെളിവിലേക്ക് ഒന്നും പോകണ്ട സഹോദര. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുവായ നിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് മാത്രം പറയാം ജീവിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാര്യകാരണവാദം, സ്തോത്രം, രൂപരേഖാവാദം, ധാർമ്മികവാദം ഇവയുടെ വെളിച്ചത്തിൽ ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ കൃത്യമായി കഴിയുന്ന ന്യായങ്ങൾ ഉണ്ടെങ്കിലും ഒരു വസ്തുത ഓർക്കുക, ഏതൊരു വസ്തുവും 2 വട്ടം സൃഷ്ടിക്കപ്പെടും. അർത്ഥാൽ ഈ വാച്ച് കാഴ്ചയ്ക്ക് നല്ലതാണ്, ഉപയോഗത്തിന് നല്ലതാണ്. ഇത് 2 വട്ടം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഓർക്കുക, ഈ പേന എഴുതാൻ നല്ലതാണ്. ഇത് 2 വട്ടം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യം ഡിസൈനറുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടു, രണ്ടാമത് ഫാക്ടറിയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഓർക്കുക, കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന കുടത്തിനകത്ത് തപ്പിയിട്ട് കുശവനെ കുടത്തിനകത്ത് കാണാത്തത് കൊണ്ട് കുശവയ്ക്കുന്നു ഇതിൻ്റെ പുറകിൽ ഒരു പരമബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്.
ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, ഓരോ അവയവങ്ങളും അതിൻ്റെ കൃത്യ സ്ഥലത്ത് സെറ്റ് ചെയ്യത്തക്ക വിധം ഒരു പരമബുദ്ധി ഇതിൻ്റെ പുറകിൽ, ഒരു സൂപ്പർ നാച്ചുറൽ ബ്രെയിൻ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടില്ലേ? യമുനാ നദിയുടെ തീരത്ത് ഷാജഹാൻ മുംതാസ് മകളിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഉയർത്തിയ ആ മാർബിൾ സൗധമില്ലേ, താജ്മഹൽ, അതിൻ്റെ പണി അവിടെ അടിത്തറയിട്ട് തുടങ്ങുന്നതിന് എത്രയോ കാലം മുൻപ് അതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ മനസ്സിൽ അതിൻ്റെ പ്ലാൻ തയ്യാറായി എങ്കിൽ ഇതിൻ്റെ പുറകിലെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ഇന്ന് രാത്രി ഒരു തുള്ളി ബോധ്യം നിന്റെ അകത്ത് കയറിയാൽ അറിയാതിരിക്കുന്ന ഇരിപ്പിൽ പറയും, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. നമുക്കൊക്കെ മൂക്ക് കൊടയോടെ കീഴോട്ടാണ് ഇരിക്കുന്നതല്ലേ? ഇനിയും ഒരു വേള തലമുടിക്കടയിൽ കൂടെ പുഹക്കുഴൽ പോലെ മൂക്ക് കൊടയോടെ മുകളിലോട്ടായിരുന്നു ഇരുന്നിരുന്നതെങ്കിൽ എന്തായിരുന്നേനും ഗതി? ഒരു പെരുമഴയത്ത് കൊടയില്ലാതെ ഇറങ്ങിപ്പോയാൽ, അങ്ങനെ മൂക്കിരുന്നാൽ വെള്ളം എങ്ങോട്ടിറങ്ങും? മൂക്ക് കൊടയോടെ താഴോട്ട് വെച്ചത് കൊണ്ട് ഇന്ന് വെള്ളം അകത്തോട്ടിറങ്ങില്ല. എന്നാൽ മൂക്ക് ദ്വാരം പോലെ അതേ തലമുടിക്കിടയിൽ കൂടെ മുകളിലോട്ടിരുന്നിരുന്നെങ്കിൽ വെള്ളം കീഴോട്ട് തന്നെ ഇറങ്ങിയേനെ. അപ്പം വെള്ളം കീഴോട്ട് ഇറങ്ങരുത്. വെള്ളം മുകളിൽ നിന്ന് വീണാൽ അത് കുടയോടിരിക്കുമ്പം മുകളിലൂടെ പോകണം. ഇങ്ങനെ അത് അകത്ത് കയറരുതെന്ന് പറഞ്ഞ് ഇതിനെ മെനഞ്ഞ ഒരു കൈ ഇതിൻ്റെ പുറകിലില്ലേ, അവനെയാണ് ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, ജീവിക്കുന്ന ദൈവമെന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കും, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ നാസാരന്ധ്രമില്ലേ, നമ്മുടെ ഈ മൂക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലവും നമ്മുടെ അന്നനാളത്തിൻ്റെ എൻട്രൻസായ വായും തമ്മിൽ ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ട് വെക്കാനുള്ള കാര്യം എന്താ? അതും ഒരു പരമബുദ്ധിയാണ്. ഒരു വളിച്ച ബോണ്ട നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയെന്നിരിക്കട്ടെ, അത് വായോടടുപ്പിക്കുമ്പോൾ, നാസാരന്ധ്രത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഗന്ധം കൊണ്ട് മൂക്ക് പറയും നോ, വേണ്ട. അങ്ങനാണെങ്കിൽ അകത്തോട്ട് വിടാൻ അനുവദിക്കാതെ ഇതിനെ ഇവിടെ സെറ്റ് ചെയ്തത് ഒരു പരമബുദ്ധിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ വായടച്ചു മൗനമായി ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഇരിക്കാതെ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, ഇതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടിതാവുണ്ട്, അവൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ബലത്തോടെ ചലിക്കുന്നുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്, സത്യം. അവൻ്റെ കരം ന്യായവിധിക്കായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ വേദഭാഗത്തേക്ക് ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം 20:11 മുതലുള്ള വാക്യങ്ങൾ അത് ശ്രദ്ധിക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് യുക്തമായി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 1, ന്യായവിധിയുടെ സമയം എപ്പോഴാണ്? 2, ന്യായവിധിയുടെ സ്ഥലം എവിടെയാണ്? 3, ന്യായവിധിയുടെ സുപ്രീം ജഡ്ജി ആരാണ്? 4, ന്യായവിധിയുടെ കക്ഷികൾ ആരൊക്കെയാണ്? 5, ന്യായവിധിയുടെ സ്വഭാവം എന്താണ്? 6, ന്യായവിധിയുടെ തൊണ്ടി സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? 7, ന്യായവിധിയുടെ നിയമഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ്? ന്യായവിധിയുടെ പരിണിത ഫലം എന്താണ്? ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഇവിടെ കേന്ദ്രീകരിക്കപ്പെടണം. കർത്താവിന് സ്തോത്രം. കേട്ടോ, രാപ്പകൽ ഭേദമന്യേ ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോൾ ഇരുന്ന് പൊക്കോട്ടെന്ന് വെച്ച് കണ്ണടയ്ക്കാതെ വെട്ടിയെറിഞ്ഞ് ഇരുട്ടിൻ്റെ ദൂതന്മാരായി വലിച്ചെറിഞ്ഞ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ആദം ഹൗവമാർ പാപം ചെയ്തപ്പോൾ കരുണ കൂടാതെ കവാടമടച്ച് തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ കാവൽ നിർത്തിക്കൊണ്ട് ഏദനിൽ ന്യായവിധി വെളിപ്പെടുത്തിയ ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഒരു ജനത പാപം ചെയ്തപ്പോൾ അവരിൽ 8 പേരെ ഒരു പെട്ടകത്തിലാക്കി ബാക്കി 10 ലക്ഷത്തോളം വരുന്ന ജനത്തെ പ്രളയം കൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് ന്യായം വിധിച്ച ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, സൊദോം ഗൊമോറ നിവാസികൾ പാപം ചെയ്തപ്പോൾ അല്ല പൊക്കോട്ടെന്ന് വെച്ച് കണ്ണടയ്ക്കാതെ ഗേ ലെസ്ബിയൻ മ്ലേച്ഛതകൾക്കു മീതെ അഗ്നിഗന്ധകങ്ങളെ വർഷിച്ച് ചരിത്രത്തിൻ്റെ തീക്കടലാക്കിക്കൊണ്ട് അതിനെ ന്യായം വിധിച്ച് ഇന്ന്
ഇന്നും അതിൻ്റെ ചരിത്ര വസ്തുതകളെ കൺമുൻപിൽ നിരത്തിയിട്ട ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, ദാവീദ് പാപം ചെയ്തപ്പോൾ അവൻ്റെ ശരീരത്തിലും അവൻ്റെ തലമുറകളിലും കനത്ത ശിക്ഷാക്രമം അനുവദിച്ചുകൊണ്ട് കണക്ക് തീർത്ത ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, മറക്കരുത്, അനന്യ സഫീറമാർ പാപം ചെയ്തപ്പോൾ ബാല്യക്കാരെ കൊണ്ട് അവർക്ക് ശവക്കുഴി വെട്ടിച്ച ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, അവൻ മരിച്ചിട്ടില്ല, അവൻ അവധിയെടുത്തിട്ടില്ല, അവൻ അനങ്ങാൻ പാറ നയം സ്വീകരിച്ചിരിക്കയല്ല, അവൻ മൗനവ്രതത്തിലല്ല. ഈ രാത്രി ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത് സത്യമാണെങ്കിൽ, നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണണം. അവൻ സിംഹാസനസ്ഥനായി ഈ രാത്രി അധിവസിക്കുന്നു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്ന് രാത്രി ഈ ദൂത ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു ആത്മനിയോഗമുണ്ട്. ദൈവത്തിൻ്റെ തേജസ് ഈ ഹോളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളവൻ എന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിൻ്റെ മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തൻ്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ, നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അല്ലോ. ഈ ഒരു കോണിൽ കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്ന അപ്പൂപ്പനല്ല നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. അവന്റെ കരം ചരിത്രത്തിൽ ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവപൈതലെ, അവന്റെ ന്യായവിധിയുടെ തിരികല്ല് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെനിക്കും നിനക്കും എതിരെ വരാൻ സാധ്യതയുണ്ട്. ഈ രാത്രി ഓർക്കുക, ന്യായവിധി യാഥാർത്ഥ്യമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാനൊരു വസ്തുത ആമുഖത്തിൽ തന്നെ ചോദിക്കട്ടെ. വർത്തമാന കാലത്ത് ന്യായവിധിയുണ്ടോ? വർത്തമാന കാലത്ത് ന്യായവിധിയുണ്ടോ? ഭൂതകാല ന്യായവിധിയുടെ ചരിത്രം ഒത്തിരി പറയാനുണ്ട്, ഭാവികാല ന്യായവിധിയുടെ ചരിത്രം ഓർപ്പിക്കാനുണ്ട്. വർത്തമാന കാലത്ത് ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ന്യായവിധിയുണ്ടോ? ദൈവത്തിൻ്റെ കാലഗണന നമ്മുടെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ലാത്തത് കൊണ്ട് കാര്യം ഗ്രഹിക്കാൻ നമ്മുടെ കണങ്ങാങ്കുടുക്ക പോലുള്ള തലയ്ക്ക് കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ ന്യായവിധി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ദൈവത്തിൻ്റെ കാലഗണന? ദൈവം എന്നാ ജനിച്ചേ? ദൈവം എന്നാ മരിക്കുന്നേ? ആരാ ദൈവം? ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയും സകല ചെയ്യുന്നതിൻ്റെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്ന പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിന് ഒരു തുടക്കവുമില്ല, ഒരു ഒടുക്കവുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കാലഗണന നിത്യത്വത്തിൻ്റെ കാലഗണനയാണ്. സ്തോത്രം. എന്നാൽ നമ്മുടെ കാലഗണനയോ മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം ഏറെയായാൽ, അങ്ങനാണെങ്കിൽ പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്ക കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ഈ കൊച്ചു ജീവിതത്തിൽ തൊട്ടിലിനും പെട്ടിക്കുമിടയിൽ കൂടി വന്നാൽ ഒരു 70 80 വർഷത്തെ കാലഗണന കൊണ്ട് ദൈവത്തിൻ്റെ നിത്യത്വത്തിൻ്റെ കാലഗണനയെ ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ മറക്കരുത്, പാസ്റ്ററായാലും സെൻറ്റർ പാസ്റ്ററായാലും പ്രസ്ബിറ്ററായാലും കൗൺസിൽ മെമ്പറായാലും അച്ഛനായാലും റംബാച്ചനായാലും മെത്രാച്ചനായാലും കർദിനാളായാലും പോപ്പായാലും ഇട്ടിരിക്കുന്ന കുപ്പായത്തിൻ്റെ വെളിച്ചത്തിലല്ല, ചെയ്യുന്ന പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. അവൻ്റെ കരം ചരിത്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറ, എൻ്റെ ദൈവത്തിൻ്റെ ന്യായവിധി യാഥാർത്ഥ്യമാണ്.
ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. സഹോദരൻ്റെ വസ്ത്രം ധരിച്ച്, സ്തോത്രം, യാക്കോബ് അപ്പനെ കളിപ്പിച്ചു. എന്നാൽ ഒരു 25 വർഷം 10-25 കൊല്ലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ വനത്തിൽ നിന്ന് കയറി വന്ന മക്കൾ ഒരു പേപ്പർ കെട്ടുമായി അല്ലെങ്കിൽ ഒരു തുണിക്കെട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. പപ്പാ നോക്ക്, ഇതാരുടേതാണെന്ന് വലിച്ചു തുറന്ന് നോക്കിയപ്പോൾ വാർദ്ധക്യത്തിലെ വാത്സല്യ പുത്രൻ്റെ വങ്കി രക്തത്തിൽ കുളിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇടനെഞ്ച് പൊട്ടിക്കരയുകയാണ്. എന്താ കാര്യം? ചെറുപ്പത്തിൽ നീ അപ്പനെ വസ്ത്രം കാട്ടി കളിപ്പിച്ചു. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലെ തിരിച്ചടി കൊണ്ട് നിന്റെ മക്കൾ കളിപ്പിക്കുന്നു. മറക്കണ്ട, കൊടുത്താൽ ഇവിടുത്തെ സ്ഥലമല്ല, കൊല്ലത്തും കിട്ടും. ദൈവത്തിന് സ്തോത്രം. മറക്കണ്ട. ഈ രാത്രി ഓർക്കുക, ന്യായവിധി യാഥാർത്ഥ്യം തന്നെയാണ്. ന്യായവിധി യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഇന്നത്തെ ആത്മലോകത്തിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ന്യായവിധിക്ക് ഹേതുവായി ഒന്നും എൻ്റെ വീട്ടിൽ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും ഒന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ന്യായവിധിക്ക് ഹേതുവായതൊന്നും എൻ്റെ വീട്ടിൽ, ശബ്ദം ഉയരട്ടെ. ഇതൊരു പ്രസംഗമാണെങ്കിലും ഇതിനകത്ത് ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ന്യായവിധിക്ക് ഹേതുവായതൊന്നും എൻ്റെ വീട്ടിൽ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും ആ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന രാത്രിയായി രാത്രി തീരണം. തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവെപ്പുമായി നീങ്ങുന്ന പലരും തൽക്കാലം രക്ഷപ്പെട്ടാലും, ചെവി തുറന്ന് കേട്ടോണം, തൽക്കാലം രക്ഷപ്പെട്ടാലും അവൻ്റെ തലമുറയുടെ ഭാവി എഴുതാൻ അടുത്ത 25-50 വർഷം കഴിഞ്ഞ് ഒരാളിവിടെ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കും, മുടിഞ്ഞുപോയി. എന്നാൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുമ്പോഴും ഞെരുക്കം അനുഭവിക്കുന്ന ചില ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? നിന്റെ തലമുറയുടെ ഭാവി എഴുതാൻ ഇവിടെ ഒരാൾ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കും. അനുഗ്രഹിക്കപ്പെട്ട സന്തതി. എൻ്റെ ദൈവം ഒരു ദിവസം കൊണ്ട് കണക്ക് തീർക്കുന്ന ദൈവമല്ല, അവൻ കാലം കൊണ്ട് കണക്ക് തീർക്കുന്ന ദൈവമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിതാവ് ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. ശ്രദ്ധിക്കണേ, അബ്ശാലോം അപ്പന് സമാധാനം. പക്ഷെ ഇവൻ്റെ കുഞ്ഞിക്കാല് കണ്ടേ പിന്നെ ഈ അപ്പൻ സമാധാനം കണ്ടിട്ടില്ല. സ്വന്തം അപ്പനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ഒരു കൊടുങ്കാറ്റ് പോലെ ഇവൻ വരികയാണ്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചരിത്രത്തിൽ ചലിക്കാൻ തുടങ്ങി. അവന് യാത്ര ചെയ്ത കോവർ കഴുത അവൻ്റെ ആരാച്ചാരായി മാറി. അവൻ്റെ തലയിൽ തൂങ്ങിക്കിടക്കുന്ന തലമുടി അവൻ്റെ കയറായി മാറി. അവൻ്റെ മുൻപിൽ ഉയർന്നിൽക്കുന്ന കരിവേലകം അവൻ്റെ കൊലമരമായി മാറി. അവൻ അപ്പൻ്റെ 10 വെപ്പാട്ടികളെ മലിനപ്പെടുത്തി. എന്നാൽ തൂങ്ങിക്കിടക്കുന്ന ഇവനെ 10 ബാല്യക്കാർ വളഞ്ഞിട്ട് തല്ലിക്കൊന്നു. അതിൻ്റെ അർത്ഥം നീ വിതച്ചാൽ നിന്റെ കൈ കൊണ്ട് തന്നെ തിരിച്ചു കൊയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, കൊട്ടാരത്തിനകത്ത് ഒരു ഭക്തനായ ദൈവദാസൻ പാട്ടുപാടാൻ കയറി ചെന്നതാണ്. കയ്യിലിരിക്കുന്ന കുന്തം അവൻ്റെ ചങ്കിന് നേരെ അത് ചാണ്ടിയതിൻ്റെ കാരണം തീർക്കാൻ ചെയ്തതാണ്. ഒരു കാര്യം ഓർക്കുക, എൻ്റെ ദൈവം കാര്യം മറക്കുന്ന ദൈവമല്ല. ഗിൽബോവ പർവ്വതത്തിൽ സ്വന്തം വാളിൽ വീണ് ആത്മഹത്യ ചെയ്തിട്ടും നിന്റെ വിധി തീർന്നിട്ടില്ല. അന്ന് രാത്രി മുഴുവൻ ബേത്ശേമ്യർ നടന്നു വന്ന് ആ ശരീരം എടുത്തുകൊണ്ട് അവരുടെ ക്ഷേത്രത്തിൻ്റെ ചുവരിൽ തൂക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇവൻ്റെ ഉദരം തുളച്ച് കയറിയിരിക്കുന്ന ഉടവാളിൽ അവൻ്റെ കുന്തം പോലെ ഒരു ഉപകരണത്തിൽ ആ ബോഡി ഭിത്തിയിൽ തൂങ്ങി നിൽക്കുമ്പോൾ വാക്കും ഭാഷണവും ഇല്ലാതെ വിളിച്ചു പറയുന്നു, വർഷങ്ങൾക്ക് പുറകിൽ നീ ഒരു അഭിഷിക്തന് നേരെ ചെയ്തത് നിന്റെ മരണശേഷം നിന്റെ ശവത്തിൽ തിരിച്ചു പായത്തക്ക വിധം ഒരു വിധി നടക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഭയത്തോടെ കേൾക്കണം. നീ വിതയ്ക്കുന്നത് നീ തന്നെ തിരിച്ചു കൊയ്യും. അതിൻ്റെ പുറകിൽ ചലിക്കുന്ന കരം ഇന്ന് രാത്രിയും ബലത്തോടെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അബീമേലെക്ക് യെരുബാലിൻ്റെ 70 മക്കളെ ഒരു കല്ലിൽ വെച്ച് കൊന്നു. കൊല്ലാൻ ഉപയോഗിച്ച ഉപകരണം കല്ലും വാളുമാണ്. കല്ലിൽ വെച്ച് കൊല്ലുകയായിരുന്നു, വെട്ടിക്കൊല്ലുകയായിരുന്നു. ആ സമയത്ത് യോവാതെ ഒരുവൻ മാത്രം ഒഴിഞ്ഞുപോയി. 69 പേർ കൊല്ലപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം അബീമേലെക്ക്
മില്ലോയുടെ ഒരു മതിൽക്കെട്ടിനോട് ചേർന്ന് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ മതിൽക്കെട്ടിന് മുകളിൽ നിന്നും ഒരു തിരികല്ലൻ പിള്ള താഴേക്കിട്ടു. അവന്റെ തല തകർന്നു. ചോരയിൽ കുളിച്ച് നിലത്ത് വീഴുമ്പോൾ അവൻ പറഞ്ഞു, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് വരാതിരിക്കേണ്ടതിന് നീ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക. നോക്ക്, വർഷങ്ങൾക്ക് പുറകിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കല്ലിൽ വെച്ച് കൊന്ന നിന്റെ തലയ്ക്ക് നേരെ ഒരു സ്ത്രീയുടെ തിരികല്ലിൻ പിള്ള തിരിഞ്ഞത് സാധാരണ തിരിവല്ല, ഇത് തിരിച്ചളവാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. ഹാമാൻ കഴുകുമരം ഒരുക്കി, പക്ഷെ ഒരുക്കാനേ നിനക്ക് പറ്റൂ. ഈ കുരുക്കിൽ ആരുടെ തല കയറണമെന്ന് ഞങ്ങൾ സേവിക്കുന്ന ദൈവമാണ് തീരുമാനിക്കുന്നതെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ, ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. അവന്റെ കരം ഈ രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എന്നാൽ ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത് അന്തിമമായി ഒരു വിധി വരാൻ തുടങ്ങുകയാണ്. സ്തോത്രം. ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്. ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ചുണ്ട്. ഇവിടെ വിധി വിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിധി വിസ്താരമുണ്ട്. ഇവിടെ പ്രതിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ പ്രതിക്കൂടുണ്ട്. ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ സാക്ഷിക്കൂടുണ്ട്. ഇവിടെ തൊണ്ടി സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഉയരത്തിൽ തൊണ്ടി സാധനങ്ങളുണ്ട്. ഇവിടെ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് ഇല്ല. കേട്ടോ, കള്ളം പറഞ്ഞു വാദിക്കാൻ കക്ഷിക്ക് വേണ്ടി ഇവിടെ കാശ് കൊടുത്താൽ വക്കീലിനെ കിട്ടും. എന്നാൽ നിനക്ക് വേണ്ടി വാദിക്കാൻ ഒറ്റ വക്കീലും രംഗത്ത് വരികയില്ല. ജഡ്ജിയോട് പ്രതി നേരിട്ട് കണക്ക് തീർക്കുന്ന ഒരു കോടതി ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സ്വർഗത്തിൻ്റെ കോടതിയാണ്. ഗ്ലോറി. രക്തത്താൽ ജയം. ശ്രദ്ധിക്കണേ, സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്റ്റ് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ നിങ്ങൾക്ക് അത് ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ നിങ്ങൾക്ക് സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ നിങ്ങൾക്ക് പ്രസിഡന്റിൻ്റെ അടുക്കൽ ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി തള്ളിയാൽ പിന്നെ കക്ഷിയെ തൂക്കിലിടാൻ വിധിച്ചാൽ വിധി നടപ്പിലാകുകയേ നിവർത്തിയുള്ളൂ. മനസ്സിലായോ? ഒന്നുകൂടെ ഞാനൊന്ന് ആവർത്തിക്കാം. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റു, ഡിസ്ട്രിക്റ്റ് കോർട്ടിൽ അപ്പീൽ പോയി. ഡിസ്ട്രിക്റ്റ് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, പ്രസിഡന്റിന്റെ അടുക്കൽ ദയാഹർജി കൊടുത്തു. അവിടെയും വിധി തള്ളി ആളിനെ തൂക്കിലിടാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ. സ്തോത്രം. തൂക്കിലിടുന്നതിൻ്റെ തലേ രാത്രിയിൽ ഈ പ്രതി കിടക്കുന്ന സെല്ലിലേക്ക് ഒരു പോലീസുകാരൻ എത്തി നോക്കിയപ്പോൾ പ്രതി ചത്ത് കിടക്കുന്നത് പോലെ തോന്നി. അകത്ത് കയറി നാടി പിടിച്ച് നോക്കിയപ്പോൾ ആള് പോയി കഴിഞ്ഞു. അങ്ങനായാൽ എങ്ങനാകും വിധിയുടെ സ്വഭാവം? ഹലോ, അങ്ങനായാൽ എങ്ങനാകും വിധിയുടെ സ്വഭാവം? വിധി നടപ്പിലാകുന്നതിന് മുൻപ് ഇവിടെ ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ, വിധി പൂർണ്ണമാകുന്നതിന് മുൻപ് ഇവിടെ ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധി എന്തായിരിക്കും? പറയാം. ഇവിടെ ഒരു വിധി പൂർണ്ണമാകുന്നതിന് മുൻപ് ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഈ വായിച്ച കോടതി കൂടും മുൻപ് മനുഷ്യനായി പിറന്ന ഏത് പ്രതി എങ്ങനെ മരിച്ചാലും, കെട്ടിത്തൂങ്ങി ചത്താലും, ദൈവത്തിന് സ്തോത്രം, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തല വെച്ച് ചത്താലും, മരണം കൊണ്ട് വിധി മാറ്റിവെക്കാതെ ചത്ത് കിടക്കുന്നവനെ പുനരുത്ഥാനമെന്ന പ്രക്രിയയിലൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സ്വർഗത്തിൻ്റെ ജുഡീഷ്യറിയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി വിളിച്ചു പറയണം, അവൻ മരിച്ചിട്ടില്ല. ഈ രാത്രി അവൻ്റെ കരം ചരിത്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട സമയം, ഇതിൻ്റെ സമയം എപ്പോഴാണ്? ഒന്നാമത്തെ രംഗം ഇത് വളരെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ സമയം എപ്പോഴാണ്? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ന് രാത്രി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മഹാസംഭവമുണ്ട്. അത് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവാണ്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഈ തലമുറയിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്?
ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഈ തലമുറയിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മടങ്ങിവരവിനോടനുബന്ധമായി പ്രതീക്ഷിക്കുന്ന ഒരു വിഷയമാണ്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോട് ചേർന്ന് സംഭവിക്കുന്ന പ്രതീക്ഷിക്കുന്ന വിഷയമാണ് അന്ത്യന്യായവിധി, മഹോപദ്രവം എന്ന ഒരു കറുത്ത കാലത്തിൻ്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്ര ഈ മണ്ണിൽ പെയ്തിറങ്ങിക്കഴിഞ്ഞാൽ അടുത്തതായി സംഭവിപ്പാൻ തുടങ്ങുന്ന സഹസ്രാബ്ദ വാഴ്ച എന്ന ദൈവിക കാര്യപരിപാടി തിരശീല വീണ് കഴിഞ്ഞാൽ ഇവിടെ അനുശാസനം അനുസരിക്കാതെ മരണം വരിച്ച മർത്യരാശിയെ മുഴുവൻ മടക്കി വരുത്തി അന്തിമമായ ഹിമധവളിമ സിംഹാസനത്തിലിരുന്ന് വിധി പുറപ്പെടുവിക്കുന്ന ഒരു ജഡ്ജിമെന്റ് സീറ്റ് വരുന്നുണ്ട്. ആ ബോധ്യമുള്ള ദൈവമക്കൾ പറയുന്നു, ദൈവത്തിൻ്റെ വിധി യാഥാർത്ഥ്യമാണ്, അത് യാഥാർത്ഥ്യമായി തന്നെ സംഭവിക്കും. നമുക്കറിയാം 325 AD 318 പിതാക്കന്മാർ നിക്കയിലെ ബിഥുന്യയിൽ ഒരുമിച്ചുകൂടി വാദിച്ചും തർക്കിച്ചും രൂപപ്പെടുത്തിയാണ് നിക്കിയ വിശ്വാസ പ്രമാണം. നിക്കിയ വിശ്വാസ പ്രമാണം ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തിന് അടിത്തറയാണ്. അതിനകത്ത് താത്വികമായി ഒരുപാട് കാര്യം പറയാനുണ്ട്. അതിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നാം ഭാഗം പിതാവിനെ കുറിച്ചാണ്. പിതാവായി സർവശക്തനായി എന്നും പറഞ്ഞ് തുടങ്ങുന്നു. രണ്ടാം ഭാഗം പുത്രനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വസൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട തിരഹിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ഏറ്റുചൊല്ലുമ്പോൾ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെങ്കിൽ നാം ഇന്ന് രാത്രി വിശ്വസിക്കുക മാത്രമല്ല, നമ്മൾ അവനെ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്ന ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, കാത്തിരിക്കുന്നവരെ കണ്ടാൽ അറിയാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. മാനവജാതിയുടെ ചരിത്രം അതിപ്രധാനമായ 3 മഹായുദ്ധങ്ങളെ നേരിടേണ്ടതുണ്ട്. ഒന്നാമത്തേത് 3-ാം ലോക മഹായുദ്ധം എന്നറിയപ്പെടുന്ന അടുത്ത ഒരു യുഗാന്തി യുദ്ധമാണ്. അടുത്തത് ഒരു ഗർമ്മഗദ്ദോൻ യുദ്ധമുണ്ട്. മറ്റൊന്ന് ഗോഗ് മാഗോഗ് യുദ്ധമുണ്ട്. വിശദീകരിക്കുന്നില്ല. ഇതിൽ ഹർമഗദ്ദോൻ യുദ്ധത്തിന് മുൻപ് നടക്കാൻ തുടങ്ങുന്ന 3-ാം ലോക മഹായുദ്ധം സംഭവിക്കുമ്പോൾ അതിൻ്റെ ശാക്തിക ചേരികൾ ആരായിരിക്കും? അത് നടക്കുന്ന സ്ഥലം എവിടെ വെച്ചായിരിക്കും? അതിൻ്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ എന്തായിരിക്കും? അതിലുപയോഗിക്കുന്നത് അണ്വായുധം ആയിരിക്കുമോ? ഇതെല്ലാം ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വച്ചിരിക്കുന്ന പുസ്തകവുമായി നടക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് എൻ്റെ മുൻപിൽ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം. രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും ഒട്ടൊഴിയാതെ പരിചയും പലകയും എടുത്ത കൂശ്യർ, പൂത്യർ, ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. പാർസികർ, കൂശ്യർ, പൂത്യർ എന്ന ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചിട്ട് പുരാതന രാജ്യങ്ങളുടെ പേരുകൾ വിലയിരുത്തണം. പാർസികൾ ഇറാൻ എന്ന ഒറ്റ നാമധേയം തന്നെ എടുത്തു പറഞ്ഞാൽ ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിൻ്റെ മടങ്ങിവരവിന് ശേഷം പലസ്തീൻ്റെ മണ്ണിൽ അണ്വായുധം ഉപയോഗിച്ചുള്ള ഒരു മഹായുദ്ധം നടക്കുമെന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വെച്ച വചനമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവവചനമെങ്കിൽ അതിലെ കേളികൊട്ടൽ ഉയരുന്ന ഈ തലമുറയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, കർത്താവിനെ മടങ്ങി വരവടുത്തു. ഈ തലമുറയിൽ ഇത് സംഭവിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, വടക്കേ ഇന്ത്യയിൽ ഒരു അനുഗ്രഹീതനായ ശാസ്ത്രജ്ഞൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. യാത്രയ്ക്കിടയിൽ താൻ ട്രെയിനിൽ പെട്ടെന്ന് ചങ്ങല വലിച്ചു. അപ്പോൾ റെയിൽവേ ഗാർഡ് അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചത്? അപ്പോൾ പറഞ്ഞു, സ്തോത്രം, ട്രെയിനിൻ്റെ മുൻപിൽ പാളം തകർത്തിട്ടിട്ടുണ്ട് എന്ന് ബലമായി സംശയിക്കുന്നു. ഓടിച്ചെന്ന് ഒരു 500 മീറ്റർ അപ്പുറത്ത് നിരീക്ഷണം നടത്തിയപ്പോൾ പാളം തകർത്തിട്ടേക്കാണ് വിപ്ലവകാരികൾ. തിരിച്ചു വന്നിട്ട് അവർ ചോദിച്ചു, അങ്ങക്ക് എങ്ങനെ മനസ്സിലായി പാളം തകർന്നെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ട്രെയിൻ പാളത്തിലൂടെ ഓടുമ്പോൾ അതിലുള്ള ചുക് 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 ചുക്
എന്ന ശബ്ദം കേവലം പാളത്തിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടുന്ന ഇഞ്ചൻ്റെ താളമല്ല, പാളവും ഇഞ്ചനും തമ്മിലുള്ള അലൈൻമെൻറ്റിൻ്റെ താളമാണെന്ന് പഠിച്ചിട്ടുണ്ട്. പാളത്തിലെ വണ്ടിയുടെ താളം മാറുമ്പോൾ അപകടം കൺമുൻപിൽ ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം എന്ന് മനസ്സിലാക്കി. ലക്ഷണം കൊണ്ട് എനിക്ക് മനസ്സിലായി താളം മാറി വരുന്നു, പാളം തകരാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ഞാൻ പാളവും താളവും പറയാൻ വന്നതല്ല. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കാതൊന്നോർത്താൽ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിന് പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഈ തലമുറയിൽ അത് സംഭവിക്കുമെന്ന ബോധ്യം അകത്തനുഭവിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി സ്തോത്രത്തോടെ പറയണം. അങ്ങനെയാണെങ്കിൽ സമയം വളരെ അടുത്തു വരികയാണ്. ഈ രാത്രി കർത്താവെ നീ വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തിപ്പറ, കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയം അടുത്തു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ടൈം വളരെ വേഗം അടുത്തു വരികയാണ്. സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ എത്രയും വേഗം അത് സംഭവിക്കും. അംഗീകരിച്ചാലും അവഗണിച്ചാലും, എതിർത്താലും എതിരേറ്റാലും, ഉൾക്കൊണ്ടാലും പ്രതികരിച്ചില്ലെങ്കിലും ഉറപ്പായി പറയുന്നു, നിങ്ങളെ രസിപ്പിക്കാനല്ല ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. വരാൻ തുടങ്ങുന്ന ന്യായവിധി യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇതിൻ്റെ മുൻപിൽ ഒരു സിംഹാസനം വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ എഴുതിയിരിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇത് ചെറിയ സിംഹാസനമൊന്നുമല്ല കേട്ടോ. സിംഹാസനം എന്തായി? സിംഹാസനം ഈ മലയാളത്തിൽ ഭാഷയിൽ വിഭജനാർത്ഥമുണ്ട്. ഓരോ വാക്കുകളും മലയാളത്തിൽ വിഭജനാർത്ഥത്തിലേക്ക് പോയാൽ ഒരുപാട് ആശയങ്ങൾ പഠിക്കാൻ കഴിയും. കാരണം തമിഴും ദൈവത്തിന് സ്തോത്ര സംസ്കൃതവും കലർന്ന ഭാഷയാണല്ലോ മലയാളം. അതുകൊണ്ട് തന്നെ മലയാളം തന്നെ വിഭജനാർത്ഥമുള്ളതാണ്, ചേരുവയാണ്. മലൈ അധികം ആഴം സമം മലയാളം. സഹ്യപർവ്വത സാനിക്കൽ കടന്നു വന്ന തമിഴർ മലയ്ക്ക് ശേഷം കണ്ട ആഴമായ പ്രതലത്തെ വിളിച്ച പേരാണ് എന്ത്? മലയാളം. മലൈ അധികം കര സമം മലങ്കര, മലയ്ക്ക് ശേഷമുള്ള കര മലങ്കര. കേര അധികം അളം സമം കേരളം, കേരവൃക്ഷങ്ങൾ കൂട്ടമായി വളരുന്ന തടം ആണ് കേരളം, അല്ലേ? അങ്ങനെയാണെങ്കിൽ വി അധികം വാഹം സമം വിവാഹം. വിശുദ്ധം, വിശേഷതയുള്ള, വാഹം വാഹനം, വിശുദ്ധമായ വാഹനം, അതാണ് വിവാഹം. ഇന്ന് വന്ന് ഒരുതരം വഹിക്കലാണെങ്കിലും ഇത് വിശേഷതയുള്ള വഹിക്കലാണ്. പ്രഹഷേണ അധികം അർത്ഥന സമം പ്രാർത്ഥന, പ്രത്യേകതയുള്ള അപേക്ഷ. പ്രഹഷേണ പ്രത്യേകതയുള്ള അപേക്ഷ, പ്രാർത്ഥന പ്രത്യേകതയുള്ള അപേക്ഷ, അതാണ് പ്രാർത്ഥന. അപ്പോൾ മലയാളത്തിലെ വിഭജനാർത്ഥങ്ങൾ എടുത്താൽ ഞെട്ടിപ്പോകും. എന്തിന്? വേദന, വേദനയ്ക്കകത്തും വിഭജനാർത്ഥമുണ്ട്. നിങ്ങൾക്കറിയാമോ? വേദ അധികം ന സമം വേദന. വേദം എന്ന് പറഞ്ഞാൽ അത് സംസ്കൃത ധാതുവിൽ അത് നേരിട്ടുള്ള അർത്ഥം അറിവ് എന്നാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ബൈബിളിൻ്റെ പുറത്തും കൊടുത്തിട്ടുണ്ട് വേദപുസ്തകം. എന്താ? അറിവിൻ്റെ പുസ്തകം അനർത്ഥം. അറിവിൻ്റെ വിപുലമായൊരു കലവറയാണ് ബൈബിളെങ്കിലും അറിവിനായിട്ടുള്ള രചനയല്ലല്ലോ, അത് ജീവൻ്റെ വചനമാണ്. എന്നാൽ വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. ന എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഇല്ല എന്നാണ്. വേദന എന്ന് നേരിട്ടെടുത്താൽ അറിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വിഷയത്തിൻ്റെ വേദന എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അറിവില്ല, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ സിംഹാസനം എന്താണ് അതിൻ്റെ അർത്ഥം? സിംഹത്തിൻ്റെ മേൽ വയ്ക്കപ്പെട്ട ഇരിപ്പിടം എന്നർത്ഥം. പുറകോട്ട് ചരിഞ്ഞ് ആനക്കൊമ്പ് കൊണ്ട് തീർത്ത രാജകീയ ഇരിപ്പിടങ്ങൾക്കാണ് സിംഹാസനം എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്ക്, ഈ സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുകയാണ്. അതാണ് ആരാണെന്നറിയാമോ? ലോകത്തിൻ്റെ കിടുകിട വിറപ്പിച്ച സിംഹ സാമ്രാട്ടായ നെബുക്കദ്നേസറും നെബോണിദസും എവിൽ മെരോദേക്കും അല്ലത്. ലോകത്തെ കിടുകിട വിറപ്പിച്ച റോമൻ ഭരണാധികാരികളല്ല ഇരിക്കുന്നത്. പിന്നെ ആയിരിക്കുന്നത് മറ്റാരുമല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന. കരമൊന്ന് ഉയർത്തി, ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഈ രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ സ്തോത്രത്തോടെ പറയാം, എൻ്റെ അപ്പച്ചനാണ് സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നതെന്ന് കേൾക്കുമ്പം വായിൽ തെർമോമീറ്ററും കടിച്ചു പിടിച്ച് ഡോക്ടറിൻ്റെ മുൻപിൽ രോഗി ഇരിക്കുന്നത് പോലല്ല മക്കൾ ദൈവത്തിൽ ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി ആത്മാവിൽ കാണണം, നമ്മുടെ രക്ഷകൻ സിംഹാസനത്തിൽ വരാൻ തുടങ്ങുന്നു. അത് ബോധ്യമുള്ള ദൈവമക്കൾ ഇവിടെ ഇരുന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കട്ടെ. ഞാൻ ഈ രാത്രി ദൈവജനത്തോട് പറയട്ടെ, അവനാണോ ജഡ്ജി? അവനാണോ? അല്ല, അതാരായി
ആരായിരിക്കുന്നത്? മുഹമ്മദ് നബിയാണോ അവിടെ ഇരിക്കുന്നത്? ശ്രീ ബുദ്ധനാണോ അവിടെ ഇരിക്കുന്നത്? വില്യം ടെൻഡയിലാണോ അവിടെ ഇരിക്കുന്നത്? മാർട്ടിൻ ലൂഥർ ആണോ അവിടെ ഇരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അതേ, തത്വജ്ഞാനികളോ ബുദ്ധിരാക്ഷസന്മാരോ യുഗപ്രഭാവന്മാരോ സമുദായ പരിഷ്കർത്താക്കളോ മത നേതാക്കന്മാരോ ആരെങ്കിലും ആണോ അവിടെ ഇരിക്കുന്നത്? അല്ല. ഒരു യോഗ്യത പറഞ്ഞിട്ടുണ്ട്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിനുള്ള ഉറപ്പ് താൻ ലോകത്തിന് കൊടുത്തിരിക്കുന്നു. ഞാനിന്ന് രാത്രി പറയട്ടെ, ലോകത്തിൽ എത്രയോ കല്ലറകളുണ്ട്. വെസ്റ്റ്മിനിസ്റ്റർ ആബി കല്ലറകളുടെ നീണ്ട നിരയാണ്. നിരവധി കല്ലറ കൂട്ടങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. മക്കയിലെത്തിയാൽ മുഹമ്മദ് നബിയുടെ ശവകുടീരം നിങ്ങൾക്കവിടെ നേരിട്ട് കാണാം. സലാലയിലെത്തിയാൽ ഇയ്യോബിന്റെ ശവകുടീരം നിങ്ങൾക്കവിടെ നേരിട്ട് കാണാം. മക്കപ്പേല ഗുഹയിലെത്തിയാൽ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, ലേയയുടെ ശവകുടീരം നിങ്ങൾക്കവിടെ നേരിട്ട് കാണാം. എന്നാൽ അവശേഷിപ്പിക്കാതെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവിന്റെ കല്ലറയാണ്. അവനാണ് ആ സിംഹാസനത്തിലിരിക്കുന്നത്. ഗ്ലോറി ഗ്ലോറി. ആ കരമൊന്ന് ശബ്ദം ഉയർത്തി അടിച്ച് ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് മഹത്വമർപ്പിക്കട്ടെ. അവൻ സിംഹാസനത്തിലിരിക്കുകയാണ്. ഇനിയും സിംഹാസനത്തിന് മുൻപിലെ പ്രതികൾ ആരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആരാണ് സിംഹാസനത്തിന് മുൻപിലെ പ്രതികൾ? പ്രയോഗം ഇങ്ങനാണ്: മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. കേട്ടോ, മരണം കൊണ്ട് കഥ തീരുകയല്ല, മരണം കൊണ്ട് കഥ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ദൈവം എനിക്ക് ദർശനം തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് വീശി ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഏറ്റവും വലിയ അത്ഭുതമെന്നറിയാമോ? ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ഞാൻ പറയാം. സ്തോത്രം. വനവാസ കാലത്ത് സ്തോത്രം, അതേ, മഹാഭാരത കഥകളിൽ യുധിഷ്ഠിരൻ സഹോദരങ്ങളെ വെള്ളത്തിന് വിട്ട ഒരു രംഗമുണ്ട്. ഒടുവിൽ പലയിടത്ത് വെള്ളം തേടി ചെന്നിട്ട് ഒരാൾ വെള്ളം കണ്ടെത്തി. വെള്ളം കുടിക്കാൻ വേണ്ടി ജലാശയത്തിൽ നിന്ന് വെള്ളം കോരി വായോടടുപ്പിച്ചപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താ ശബ്ദം? ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. വളരെ താത്വികമായ ആ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിരിക്കുന്ന ഭാരതീയ ആശയത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ വെള്ളം കുടിച്ചു പോയി ആള് മരിച്ചു വീണു. ഒന്നിനു പുറകെ ഒന്നായി മരണം നടന്നു. അവസാനം പറഞ്ഞു വിട്ടയാൾ സ്ഥലത്തെത്തി. വെള്ളം കുടിക്കാൻ കയ്യിൽ കോരുമ്പോൾ ശബ്ദം മുഴങ്ങി, ചോദ്യമുയർന്നു, ഉത്തരം കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണേ. വളരെ ശ്രദ്ധേയമായ മഹാഭാരതത്തിലെ താത്വികമായ ആദ്യത്തെ ചോദ്യം എന്താ? ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അശരീരിയോട് യുധിഷ്ഠിരൻ കൊടുക്കുന്ന മറുപടി: ഇടത്തും വലത്തുമുള്ള ആളുകൾ മരിച്ചു വീഴുമ്പോഴും ഞാൻ മാത്രം ചിരഞ്ജീവിയായി ഇവിടെ തുടരും എന്ന് മനുഷ്യൻ ശ്രദ്ധിക്കുന്ന മിഥ്യാബോധമാണ് ഏറ്റവും വലിയ അത്ഭുതം. കോവിഡ് വന്നു, എത്ര എണ്ണം പോയി? ഇന്നും ചിലതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്ത കാലത്തെങ്ങ് ഇവിടുന്നെങ്ങാനും പോകുമെന്ന് നമുക്ക് ബോധമുണ്ടോ? സ്തോത്രം. ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് അടുത്ത കാലത്തെങ്ങും ഇവിടുന്ന് പോകുമെന്ന് ബോധമില്ല. പണ്ടൊരിക്കൽ കൊച്ചുമോടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച അപ്പച്ചൻ കരഞ്ഞു പോൽ. എന്നാ അപ്പച്ച കരയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടി മോളെ, നിന്റെ വല്യമ്മ എൻ്റെ മോൾ എനിക്ക് വെള്ളം തന്ന് അവള് പോയി. അതിനുശേഷം അവിടെ മോൾ എനിക്ക് വെള്ളം തന്ന് അവളും പോയി. അതിനുശേഷം കൊച്ചുമോൾ, നീ എനിക്ക് വെള്ളം തരിക, നിന്റെ കാലം കൂടെ കഴിഞ്ഞാൽ ഈ ഉള്ളവൻ ആരാ വെള്ളം തരുന്നെന്നോർത്ത് പുള്ളി അങ്ങ് കരഞ്ഞു പോയതാ. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, എത്ര നാളുണ്ട് ഇവിടെ? എത്ര നാളുണ്ട് ഇവിടെ? ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനുമാനിയാ യമസ്യ കരുണാ നാസ്തി ധർമ്മസ്യ ത്വരിതാഗതി. ശ്രദ്ധേയമായ സംസ്കൃത ശ്ലോകം പറയുന്നത് എന്താ? ക്ഷണം ചിത്തം, മനസ് അസ്വസ്ഥവും ശക്തിരഹിതവുമാണ്. ക്ഷണം വിത്തം, പണം കയ്യിൽ ഉറച്ചു നിൽക്കാത്തതാണ്. കാലന് കരുണ എന്നൊന്നില്ല. എത്രയും വേഗം ധർമ്മം ചെയ്ത് മോക്ഷത്തിനൊരുങ്ങുക. ഈ രാത്രി ഈ ദൂത് തന്നെയാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ടു പോകും മുൻപ്, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന കിടപ്പറ നിന്റെ മരണയറയായി മാറിയാൽ നിത്യതയ്ക്കൊരുങ്ങുക. പരിശുദ്ധാത്മാവ് അതിനായി വിളിക്കുക.
ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രത്യേക ഘട്ടത്തിൽ 6-7 ഘട്ടങ്ങൾ ഒരുപോലെ ആടി തീർക്കേണ്ടി വരും. എന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇടയ്ക്ക് പോകേണ്ടി വരും. ഒരിക്കൽ ഒരു കവി മനുഷ്യജീവിതത്തെ വിലയിരുത്തിയിരിക്കുന്നത് 6-7 അംഗങ്ങളുള്ളൊരു അഭിനയ രംഗമായിട്ടാണ്. നിങ്ങളും ഞാനും ഒക്കെ ആ അഭിനയ രംഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ അഭിനയ രംഗം എന്തെന്നറിയാമോ? സ്തോത്രം. ഇതാണ് ഒന്നാമത്തെ അഭിനയ രംഗം. ചോരക്കുടം പോലൊരു കൊച്ചുകുഞ്ഞ് മലമൂത്ര വിസർജാദികൾ അണിഞ്ഞുകൊണ്ട് പഴന്തുണിക്കീറ്റ് ധരിച്ച് പാളയ്ക്കകത്തു രംഗത്ത് വരുന്നിതാദ്യം. ഇന്ന് രാത്രി ആ രംഗം കഴിഞ്ഞവരെല്ലാം കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. പാളയ്ക്കകത്ത് തന്നെയല്ല, പ്ലാസ്റ്റിക് പൊതിഞ്ഞ് ആധുനിക തലമുറയിലും പുറത്തു വന്നവരുണ്ട്. ആദ്യം ഇങ്ങോട്ട് പുറത്തു വരുന്ന രംഗം. രണ്ടാമത്തെ രംഗം, അടുത്ത രംഗം ഉണ്ട്. മുഖവും മിനുക്കി തലയും മിനുക്കി ബനിയൻ ബനാറീസ് 703 ചുണ്ടിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് പുറപ്പെടും പമ്പര വിട്ടികൾ. അങ്ങനെ കണ്ടോ, പാവാട ജാക്കറ്റ് പട്ടുസാരി കാപ്പും ധരിച്ചൊരു ഭാര്യ മുൻപിൽ, പെങ്കോന്തനേവൻ പുറകെ ഇവണ്ണം കാൺമാൻ മൃഗത്താന്ത വിശേഷ വേഷം. കണ്ടോ, ഓരോരോ അഭിനയ രംഗങ്ങൾ മാറി മാറി വരികയാണ്. ഒന്നാമത്തെ അഭിനയ രംഗം, പാളയ്ക്കകത്ത് ഇങ്ങനെ സൂതികർമ്മണി നെയ്പുരട്ടി വെയിലത്ത് വെച്ച് കൊച്ചുകുഞ്ഞിനെ ഇഞ്ഞായേ ഇഞ്ഞായേ എന്ന് പറഞ്ഞ് കരയുന്ന സമയം കുളിപ്പിച്ച് കിടത്തുന്ന ആ കാലഘട്ടം അല്ലേ. പന്തും പടവും പമ്പരവും കറക്കി കളിച്ച് ചാടി കളിയോടി ആടി രംഗത്തിതാ വരുന്നൊരു കൊച്ചു പയ്യൻ. കണ്ടോ, കൊച്ചു പിള്ളേരായി രംഗത്ത്. രണ്ടാമത്തെ രംഗം, മുഖവും മിനുക്കി തലയും മിനുക്കി ബനിയൻ ബനാറീസ് 703 കൂടിയ ബനിയൻ ഒക്കെ ഇട്ട് തൊട്ടാ പൊട്ടുന്ന പ്രായത്തിൽ ഇറങ്ങി വരുന്ന സമയം. പിന്നെ കല്യാണം കഴിക്കുന്ന രംഗമാണ് അല്ലേ. പാവാട ജാക്കറ്റ് പട്ടുസാരി കാപ്പും ധരിച്ചൊരു ഭാര്യ മുൻപിൽ, പെങ്കോന്തനേവൻ പുറകെ ഇവണ്ണം കാൺമാൻ മൃഗത്താന്ത വിശേഷ വേഷം. ചിലരുടെ മുഖത്തോട്ട് നോക്കിയാൽ എലിപ്പെട്ടിക്കകത്ത് വീണതുപോലെ വന്ന് ഭവിച്ചല്ലോ എന്നും ചില ആൾക്കാർ ആ നല്ല ദിവസം ഓർത്ത് പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു പ്രത്യേക രംഗം. കല്യാണമൊക്കെ കഴിഞ്ഞു, പിള്ളേരൊക്കെ ആയി അവസാനം കല്യാണമൊക്കെ കഴിപ്പിച്ച് പിള്ളേരെ ഒരു സെറ്റിൽമെൻറ്റിലാക്കി കൊച്ചുമക്കളുടെ ഒരു കാലം വരുന്നു. ആ പ്രത്യേക സമയം കൈകാൽ പുളക്കുന്നു, പുറം കഴയ്ക്കുന്നു, അടുത്ത് തൻ മക്കൾ തിരുമിടുന്നു. കേട്ടോ, കാർപ്പാസ ബീജാതി ബലാ സുഗന്ധം ആയുർവേദ മരുന്നെല്ലാം കൂടെ അച്ചായന് കുഴച്ചങ്ങോട്ട് കൊടുക്കുന്ന സമയമാണ്. ഇരിപ്പ്, മരപ്പ്, തരിപ്പ്, പെരിപ്പ്. ഇടത്ത് വശം ചേർന്നിരിക്കുമ്പം വലത്ത് വശം ചേർന്നിരുന്നാൽ മതി, വലത്ത് വശം ചേർന്നിരിക്കുമ്പം ഇടത്ത് വശം ചേർന്നിരുന്നാൽ മതി. രണ്ട് വശവും ചേർന്നിരുന്ന് കഴിഞ്ഞപ്പം എങ്ങനെയും ഒന്ന് നിന്നാൽ മതി, ഈ പുള്ളി ഒന്ന് നിർത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ശരീരത്തിൻ്റെ മരപ്പും പെരുപ്പും ഒക്കെ തുടങ്ങും. അവസാനത്തെ ഒരു രംഗമുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. വൈദ്യൻ വരുന്നു, വലിവേറിടുന്നു, അയ്യോ വിളിക്കുന്നു വീടടങ്കം, കസ്തൂരി തേടുന്നു, താഴെ കിടത്തുന്നു, ഇസ്തം സമസ്തം നരനാടകാംഗം. പോയി തീർന്നു. നേരെ മോർച്ചറിയിലേക്ക്, തുടർന്ന് സെമിറ്ററിയിലേക്ക്. ഇതുകൊണ്ട് കഥ തീരുകയായിരുന്നെങ്കിൽ സാരമില്ല, എന്നാൽ ഇതുകൊണ്ട് കഥ തുടങ്ങുകയാണ് എന്ന് വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ പുസ്തകം ഒന്ന് കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച്, ആ വേദപുസ്തകം ഒന്ന് കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, മരണം എന്ന മഹാവിഷയം നമ്മുടെ കൺമുൻപിൽ എത്തിക്കഴിഞ്ഞാൽ ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. നിങ്ങൾ ഈ രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടുവേദന മാറാനല്ല സുവിശേഷ പ്രസംഗം. 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങൾ വെട്ടിക്കൂട്ടാനല്ല സുവിശേഷ യോഗം. ഇന്ന് രാത്രി നീ പോയി കിടക്കുന്ന കിടപ്പറ നിന്റെ മരണയറയായി മാറിയാൽ നിന്റെ നിത്യത കർത്താവിനോടൊപ്പം ചിലവഴിക്കേണ്ടതിന് ദൈവാത്മാവി രാത്രി നിന്നെ ക്ഷണിക്കുന്ന രാത്രിയാണ്. ഞാൻ ചോദിക്കുന്നു, മരണാനന്തരം ഒരു ജീവിതം സത്യമാണോ? മരണാനന്തരം ഒരു ജീവിതം സത്യമാണോ? പുനരുത്ഥാനം യാഥാർത്ഥ്യമാണോ? ശരീരരഹിതമായി മരണാനന്തരം നിലനിൽപ്പുണ്ട് എന്ന് തെളിയിക്കാൻ കഴിവുള്ള വല്ല കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രീയമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ? മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയിൽ ശരീരരഹിതമായി ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലം എവിടെയാണ്? ആ ആത്മാക്കൾക്ക് കാണാൻ കഴിയുമോ? കേൾക്കാൻ കഴിയുമോ? ഭൂമിയിലുള്ളവരുടെ സുഖദുഃഖങ്ങൾ തിരിച്ചറിയാൻ കഴിയുമോ? ഒരു വസ്തുത ഞാൻ പറയാം, ഇത് അമ്മൂമ്മ കഥയല്ല, ഇത് ബോബനും മോളിയും പൊന്നമ്മ സൂപ്രണ്ടുമല്ല.
ഞാനിവിടെ നിൽക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, നിങ്ങളിവിടെ ഇരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, എൻ്റെ യേശു പറഞ്ഞു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു. ഞാനിന്ന് രാത്രി ഒരു വസ്തുത ചോദിക്കട്ടെ. ഞാൻ ആ കാര്യം കണ്ടു. ശ്രദ്ധിക്കൂ, ഞാൻ ആ കാര്യം കണ്ടു, ഞാൻ ആ കാര്യം കേട്ടു. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ ഉറപ്പായി ഒരാൾ പറഞ്ഞാൽ അവർ അതിന് ദൃക്സാക്ഷിയാണ് എന്നതാണ് സത്യം. 9200 അടി പൊക്കമുള്ള മഞ്ഞു പെയ്യുന്ന ഹെർമോൻ പർവ്വതത്തിന് മുകളിൽ ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വെണ്മയിൽ എൻ്റെ നാഥൻ്റെ വസ്ത്രം തിളങ്ങി നിൽക്കുമ്പോൾ മോശയും ഏലിയാവും അവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന കാഴ്ച നേരെ കണ്ടുകൊണ്ടിരിക്കുന്ന പത്രോസും യാക്കോബും യോഹന്നാനും പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ ശക്തിയും പ്രത്യക്ഷതയും അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ ായതുകൊണ്ടാണ്. ഒരിക്കൽ കല്ലറയിൽ അടക്കത്തക്ക വിധം BC 1451 മോവാബ് സമഭൂമിയിൽ കുഴിമാടം തോണ്ടിയ മോശ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് സംസാരിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന കൂടപ്പിറപ്പേ, നിത്യത സത്യമാണ്, നീ കല്ലറയ്ക്കപ്പുറത്ത് നിലനിൽപ്പ് യാഥാർത്ഥ്യമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. ഞാൻ ഒരു പ്രത്യേക സംഭവം പറയാം. ഇത് വേദപുസ്തകത്തിലെ ധനവാന്റെ ലാസറിന്റെ സംഭവവുമായി ഒത്തുവരുന്നോ എന്ന് എൻ്റെ മുൻപിലെ നിഷ്പക്ഷവാദികൾ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഡാലസ്, US ഡാലസ് പ്രസ്ബിറ്റേറിയൻ ഹോസ്പിറ്റലിൽ ഒരു സഹോദരി, അവൾ ഇന്നുമുണ്ട്, സിലു എന്നാണ് അവളുടെ പേര്. അവൾ പ്രസവാർത്ഥം പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രസവം നടന്നുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ ഓർക്കുക, പെട്ടെന്ന് ഡോക്ടേഴ്സ് കണ്ടു ഹാർട്ടിൻ്റെ റിതം മാറുന്നു, ശരീരത്തിലെ ബ്ലഡ് ക്ലോട്ടിങ്ങുകൾ ആരംഭിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞു ഓപ്പറേഷൻ. പെട്ടെന്ന് ഓപ്പറേഷൻ നടന്നു, കുഞ്ഞിനെ പുറത്തെടുത്തു. ഒടുവിൽ മരണത്തോട് ഈ സഹോദരി അടുത്തു. അപ്പോഴേക്കും വെന്റിലേറ്റർ കണക്ട് ചെയ്തു. വാതിക്കൽ കാത്തിരിക്കുന്ന ഭർത്താവ് ഡോക്ടർ ജോൺസനോട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഭാര്യയ്ക്ക് വെന്റിലേറ്റർ കൊടുക്കുന്നു, മാറ്റിയാൽ മരണം ഉറപ്പാകും, അറിയിക്കേണ്ടവരെ അറിയിച്ചു കൊള്ളുക. ശ്രദ്ധിക്കൂ, ഒടുവിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹം കുടുംബാംഗങ്ങളെയും സഭാ ശുശ്രൂഷകനെയും വിവരമറിയിച്ചു. ദൈവദാസനും വിശ്വാസികളും അറിഞ്ഞ ഉടനെ ചിലർ പള്ളി ഹോസ്പിറ്റലിലേക്ക് പറന്നെത്തി. അവർ ഹോസ്പിറ്റലിൻ്റെ റെസ്റ്റ് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച വാചകം കേൾക്കണോ? കർത്താവേ, ഈ സഹോദരിക്ക് 2 കുഞ്ഞുങ്ങൾ കൂടെയുണ്ട്, ആ കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ട് ഈ അമ്മയെ വിളിക്കരുത്, അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ ആയുസ് അനുവദിക്കണം. ഞാനൊരു ദൂതിനിടയ്ക്ക് വിളിച്ചു പറയാം, സമയമാകുന്നതിന് മുൻപ് ജീവന്റെ മേൽ സാത്താനോ മരണദൂതനോ കരം വെച്ചാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് അതിനെ മടക്കി വരുത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയും ചലിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. എന്തിനേറെ ആ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്തിന്? അത്ഭുതം. രാവിലെ 6 മണി സിലു ജീവനിലേക്ക് കണ്ണു തുറന്നു. ഇനിയും സിലുവിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രസവം നടന്നുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ പെരുവിരലിൻ്റെ ഭാഗത്ത് നിന്നും കാൽപ്പെരുവിരലിൽ നിന്നും ഒരു കൊടും ശൈത്യം മുകളിലോട്ട് കയറി വരുന്നത് എനിക്ക് മനസ്സിലായി. അതിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് വരെ ആ മരവിപ്പ് വന്നപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിനകത്തു നിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ രൂപത്തിൽ പുറത്തിറങ്ങി. എൻ്റെ ബോഡി കട്ടിലിൽ കിടക്കുന്നതും ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ടേബിളിൽ എൻ്റെ ശരീരത്തിന് ഓപ്പറേഷൻ നടത്തുന്നതും ഞാൻ മാറി നിന്ന് നേരിട്ട് കണ്ടു. പെട്ടെന്ന് യാന്ത്രികമായ ഒരു ശക്തിയാൽ ഞാൻ മറ്റൊരു പ്രതലത്തിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ വലിയൊരു സ്വർണ്ണ കവാടം അല്പം തുറന്ന് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ആത്മജീവികൾ പ്രവഹിക്കുന്ന രംഗം അവിടെ ഉണ്ടായിരുന്നു. ആ സ്വർണ്ണ കവാടത്തിനകത്തേക്ക് എത്തി നോക്കിയപ്പോൾ അതിലെ സന്തോഷം വാക്കുകൾക്ക് വർണ്ണിക്കാൻ പറ്റില്ലായിരുന്നു. പുതിയ യെരൂശലേമിൻ്റെ പ്രതീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നെ ആരും തിരിച്ചു വിളിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ ആ കവാടത്തോട് അടുക്കുമ്പോൾ ആ കവാടത്തിന് കാവൽ നിന്ന ഒരു വെള്ളിമാലാഖ ഇങ്ങനെ കരമുയർത്തി പറഞ്ഞു, നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിന്റെ ഭർത്താവും ഒരു സഭയും നിനക്കായി പ്രാർത്ഥിക്കുന്നു, മടങ്ങിപ്പോകൂ. ഞാൻ യാന്ത്രികമായി ഈ ശരീരത്തിൽ പ്രവേശിച്ചു.
ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദര, നിത്യത സത്യമാണെന്ന് നീ അവിടെ ചെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ എൻ്റെ ദൈവ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന രാത്രിയാകണം. ഇടം വലം ഇരിക്കുന്നവരെ മറക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ അധരങ്ങളിൽ ആരാധന ഉയരട്ടെ. ഓ, മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം. ഓ പട്ടണം, അതിൻ്റെ ഭംഗി വർണ്ണ്യമല്ലഹോ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ രാത്രി കാണട്ടെ. നിത്യത യാഥാർത്ഥ്യമാണ്. ഓ ഗ്ലോറി, ഹല്ലേലൂയ. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ശ്രദ്ധിക്കുക, ജീവിച്ചിരിക്കുന്നവരുടെ രേഖ എഴുതിയ പുസ്തകമല്ല, ജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതിയ പുസ്തകം തുറക്കപ്പെട്ടു. അന്ത്യവിധിയുടെ സിംഹാസനത്തിൽ, അഗ്നിമയമായ ഹിമധവളിമ വെണ്മ സിംഹാസനത്തിൽ എൻ്റെ രക്ഷകൻ സിംഹാസനാരൂഢനായിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ തുറന്ന് ചെവി കൊണ്ടൊന്ന് കേൾക്കണം. 10,000 വന്ന് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും മുൻപ് ഇങ്ങനെന്ന് പറഞ്ഞു നിർത്തട്ടെ. ഹന്നാവും കയ്യാപ്പാവും പീലാത്തോസും ഹേരോദാവും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധി ഹിറ്റ്ലറും മുസോളിനിയും എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയം അവർക്ക് മനസ്സിലായി, ഒരാളിരിക്കുന്നു, അത് മറ്റാരുമല്ല. ഹന്നാവും കയ്യാപ്പാവിനും മനസ്സിലായി, പണ്ട് ആശാരി തച്ചൻ്റെ കൊച്ചൻ എന്ന് തിരിച്ചു പറഞ്ഞ, മറിയയ്ക്ക് പിറന്ന അപിസാരിക സന്തതി എന്ന് മറിച്ചു പറഞ്ഞ പണ്ടത്തെ കൊച്ചാശാരിയുടെ മകൻ ഈ കൊച്ചാശാരിയല്ല, ഈ പ്രപഞ്ചമാകുന്ന മഹാസൗധം പടുത്തുയർത്തിയ പെരുന്തച്ഛനായ പ്രപഞ്ച ചക്രവർത്തിയുടെ ഏകജാതനാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ, ഓ ആരാധിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്നത് ഗ്രൗണ്ടിലാണെങ്കിലും നിങ്ങളുടെ കണ്ണുകളിൽ, ആത്മകണ്ണുകളിൽ ആ നിത്യതയുടെ ദർശനം കണ്ട് ആരാധിക്കുന്ന രാത്രിയായി രാത്രി തീരണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആ വാക്യം ഇന്ന് രാത്രി അതുപോലെ ഒന്ന് ഉദ്ധരിക്കുകയാണ്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരഗ്നി നദി അവൻ്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുൻപാകെ നിന്നു. ന്യായ വിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവപൈതലേ, നിനക്കിത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്ന ഒരു ദിവസം വരാൻ പോന്നു. നിങ്ങൾക്കറിയാമോ, ഇന്നേക്ക് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് കോട്ടയം പയസ്റ്റൻ്റേത് കോൺവെൻറ്റിൻ്റെ താഴത്തെ അടുക്കള മുറിയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. സിസ്റ്റർ സെബിയും 2 പുരോഹിതന്മാരും സാധുവായ ഒരു കന്യാസ്ത്രീയോട് കാട്ടിക്കൂട്ടിയ വികൃതി എന്താണെന്നും എനിക്കറിയില്ല. എന്നാൽ സിസ്റ്റർ സെഫിയെയും 2 പുരോഹിതന്മാരെയും റിമാൻഡിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അഭയ കൊലക്കേസിൽ ബസ്വന്ത് എന്ന അത് ജഡ്ജ് പ്രസ്താവിച്ച പ്രസ്താവനയുണ്ട്. ഭൂമിയിൽ നീതി നിറവേറ്റപ്പെട്ട ില്ലെങ്കിലും ദൈവത്തിൻ്റെ കോടതി നീതി നിറവേറ്റുമെന്നോർക്കണം. സത്യം തുറന്നു പറയാൻ ബാധ്യതയുള്ളവർ മൗനം പാലിച്ചാൽ ഇരുൾ മൂടിയ നരകത്തിയിൽ നിനക്ക് ഇരിപ്പിടം ഒരുങ്ങുമെന്ന് മറക്കരുത്. ഈ രാത്രി ആരൊക്കെ അവഗണിച്ചാലും അംഗീകരിച്ചാലും ശരീരരഹിതമായി ആത്മാക്കൾക്ക് ന്യായവിധിയുണ്ട് എന്ന് ഈ വചനം ഉറപ്പിച്ചു പറയുന്നെങ്കിൽ, നിത്യത സ്വന്തമാക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഭാഗ്യശാലിയാ. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, നമ്മുടെ കർത്താവ് സിംഹാസനാരൂഢനായി അഗ്നിമയ രൂപത്തിൽ സിംഹാസനത്തിലിരിക്കുക. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. കണ്ടോ, അവൻ്റെ കൂടെ 1000 പേർ നിൽക്കുകയാണ്. 10,000 പേർ അവൻ്റെ മുൻപാകെ നിന്നു. അതിന് മുൻപിൽ കൂടെ ഒരു അഗ്നി നദി പതഞ്ഞ് നുരഞ്ഞ് തീ ജ്വലിച്ചിങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. ഒരു തീ നദി ഒഴുകി ഇറങ്ങുകയാണ്. അതിൻ്റെ വിശാല താഴ്വരയിൽ നിൽക്കുന്നവരുടെ മധ്യത്തിൽ ഒരു രംഗം നടക്കാൻ തുടങ്ങുകയാണ്. ഇനി ഞാനൊരു വാക്യം പറയുമ്പം എൻ്റെ കൂടെ അകം കത്തുന്ന ഒരു ദൈവപൈതലുണ്ടെങ്കിൽ ആ വാക്യം ഉദ്ധരിച്ച് പറയണം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമ
നാമത്തിന് മേലായ നാമം നൽകി. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് പിതാവിൻ്റെ മഹിമയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഓ അബ്ദൽ ഘടകന ദിഗജകൾ ഘടകന ദിഗനയാരകാനക രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. വിധിയുടെ വിശാല താഴ്വരയിൽ കോടിക്കണക്കിന് ആളുകൾ ഒരുപോലെ മുട്ടുമടക്കി യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞ് നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി അവനെ കർത്താവായി സ്വീകരിച്ച് ആരാധിക്കുന്ന നീ അവനോടൊപ്പം രാജാക്കന്മാരായി ലോകത്തെ ഭരിക്കുന്ന ദിവസങ്ങൾ വരുന്നെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ നാം പ്രാപിച്ച രക്ഷയെ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ശബ്ദം ഉയർത്തി ഒന്ന് ആരാധിച്ചേ. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി പറയട്ടെ, യേശുവാണ് കർത്താവ്, യേശുവാണ് കർത്താവ് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് ശബ്ദം ഉയർത്തി വാ തുറന്ന് പറഞ്ഞ് യേശുവാണ് കർത്താവ്, യേശുവാണ് കർത്താവ്, യേശുവാണ് കർത്താവ്. കേട്ടോ, പ്രകൃതിയുടെ താളക്രമം അടിമുടി തകരുകയാ. മാരക രോഗങ്ങൾ കൂട്ടമായി വർദ്ധിക്കുകയാ. രാവിലെ കണ്ട പലരും വൈകിട്ട് കാണാതെ ഈ മണ്ണ് വിട്ട് മടങ്ങിപ്പോകുകയാ. ഇന്ന് രാത്രി ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ കൂടപ്പിറപ്പെ, നിന്നെ സ്വർഗമാണ് ഇവിടെ കൊണ്ടുവന്നത്. അടുത്ത ദിവസം നിന്നെ കാത്തിരിക്കുന്ന മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ നിന്നെ തലോടുന്നതിന് മുൻപ് കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ കഴുകാൻ വാദിക്കുന്ന രാത്രിയാണ്. മരണദൂതൻ്റെ കരങ്ങൾ നിന്റെ അടുക്കൽ എത്തുന്നതിന് മുൻപ് നിത്യത എനിക്ക് സ്വന്തമാകണം എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാവിൽ പറ, മരണത്തിൻ്റെ കരങ്ങൾ എത്തുന്നതിന് മുൻപ് എനിക്ക് നിത്യത സ്വന്തമാകണം. ഞാൻ രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ പറയാം, ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം ഉദ്ദേശമുള്ള സന്ദേശമാണ്. ഒരു കർത്തൃദാസന്റെ മകൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്കൊരു ട്രാക്ട് വേണം. എന്തിനാ മോളെ നിനക്ക് ട്രാക്ട്? ഒരാൾക്ക് കൊടുക്കാനാ പപ്പ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സുവിശേഷ പ്രവർത്തനത്തെ സംബന്ധിച്ച്, എനിക്ക് കൊടുക്കണം ട്രാക്ട്. ആ കുഞ്ഞ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ട്രാക്ട് വാങ്ങിച്ചു കൊണ്ടുപോയി സ്കൂളിൽ പോയി മറന്നുപോയി, സ്കൂൾ ബാഗിൽ വെച്ച്. തിരിച്ചു വന്ന് ഒലിപ്പതോടിൻ്റെ അപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. സ്കൂൾ ബസ്സിൽ നിന്ന് വീട്ടിലോട്ട് നടന്നു കയറുന്ന ഒലിപ്പതോട് ക്രോസ് ചെയ്യുമ്പോൾ ഉള്ളിലൊരു ഉൾവിളി, ട്രാക്ട് ആർക്കും കൊടുത്തില്ല. അവൾ ആ കുഞ്ഞ് ട്രാക്ട് കയ്യിലെടുത്തു. നേരെ നോക്കിയപ്പോൾ തൊട്ട് മുൻപിലൊരു ചേട്ടൻ പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് കടവിൽ നിൽക്കുന്നു. ഓടിക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് വായിക്കണം കേട്ടോ. ഇയാൾ ഇതങ്ങോട്ട് വായിച്ചിട്ട് യേശുവെന്നും മരണാനന്തരമെന്നും കണ്ട ഉടനെ കലി കയറി. അയാൾ ഇത് വലിച്ചു കീറി വെള്ളത്തിലോട്ട് എറിഞ്ഞിട്ട് ചോദിച്ചു, നിന്റെ അപ്പനെ പോലെ നീയും മതപരിവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുകയല്ലേ? കുഞ്ഞൊന്നും പറയാതെ ഓടിക്കയറിപ്പോയി. ഓർക്കണം, അന്ന് വൈകിട്ട് മനുഷ്യൻ വീട്ടിൽ തിരിച്ചു ചെന്നില്ല. ചുഴലിരോഗ ബലഹീനനായ മനുഷ്യൻ മോഹാത്സ്യപ്പെട്ട് വെള്ളത്തിൽ വീണ് മരിച്ച് ആ ബോഡി താഴത്തെ ആറ്റുകടവിൽ പേരുകെട്ടുകൾക്കിടയിൽ നിന്ന് നാട്ടുകാർ രാത്രിയിൽ മുങ്ങിയെടുത്തു. മരണവിവരം പറയാനല്ല ഞാൻ വന്നത്. ആ മനുഷ്യൻ്റെ അടുക്കൽ ഒടുവിൽ ട്രാക്റ്റുമായി എത്തിയത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. നിത്യ നരകം നിന്റെ കൺമുൻപിൽ മലർക്കത്തുറങ്ങു കിടക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരില്ലെങ്കിൽ, നരകം നിനക്കായി വായ് പിളർക്കുമ്പോൾ അഗ്നിയിൽ നീയും എരിയേണ്ടവനാണെന്ന ബോധ്യം ഭരിക്കുമ്പോൾ, ഇന്ന് രാത്രി ആശ്രയത്തിനായി കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളുടെ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. വാ തുറന്നെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഇടം വലം ഇരിക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറക്കുക. രക്തത്താൽ ജയം. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ സഹോദരങ്ങളും ആ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ശബ്ദം ഉയരട്ടെ. യേശുവേ എന്ന് വിളിക്കാൻ ലജ്ജ വേണ്ട കേട്ടോ, ലജ്ജ വേണ്ട.
ഇന്ന് രാത്രി വാ തുറന്ന യേശുവേ എന്നൊന്ന് വിളിക്കാൻ നിങ്ങളുടെ നാവ് ചലിക്കുമെങ്കിൽ ഇന്ന് രാത്രി 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി വാ തുറന്നൊന്ന് വിളിച്ചേ, യേശുവേ. ഇന്ന് രാത്രി യേശുവേ എന്നൊന്ന് ഈ രാത്രി വിളിച്ചേ. ഗ്ലോറി, രക്തത്താൽ ജയം. ഞാൻ ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി ഗോൽഗോഥയിൽ എത്തിച്ചേർന്ന്, കരചരണങ്ങൾ ആണിയോട് ചേർത്ത് ഒരടി അടിച്ചാൽ തൊലിയുരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറപ്പറിയുന്ന, അടിയേറ്റ് തകർന്ന പുറത്തോട് ചേർന്ന് ഉരസി അടിച്ചിറക്കി ആ മാംസകഷണത്തെ ഗോൽഗോഥയിൽ ഉയർത്തി നിർത്തി. അങ്ങനെ വേദനയിൽ പിടയുമ്പോൾ നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച് നിവർത്തിച്ച യാഗബലി എൻ്റെ രക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വസിക്കാൻ ഒരാൾ ഇവിടെ തയ്യാറായാൽ, നിന്റെ നരകവിധി മാറ്റാൻ, നിന്റെ ന്യായവിധി മാറ്റാൻ യേശുവിന്റെ ക്രൂശിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി 2 കൈകളും ഒരു നിമിഷം നെഞ്ചോടൊന്ന് ചേർത്ത് വയ്ക്കാമോ? ഇന്ന് രാത്രി 2 കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വയ്ക്കാമോ? ഞാൻ നിങ്ങളോടൊരു വസ്തുത പറയാം. നിങ്ങൾ കണ്ണൊന്ന് തുറക്കണേ. എൻ്റെ മുൻപിൽ ഒരു നിമിഷം തുറക്കണേ. നിങ്ങൾ ഘോരമായ ഒരു വനാന്തരത്തിൽ ഒരു സന്ധ്യ കഴിഞ്ഞ് വന്നു പെട്ടുപോയെന്നിരിക്കട്ടെ. വഴിയറിയില്ല, ആര് കൂടില്ല. തിരിച്ചോടാൻ ശ്രമിച്ചത് കാട്ടുവള്ളിയിൽ കൈകാലികൾ കുരുങ്ങുക മാത്രമേ ചെയ്തുള്ളൂ. വൃക്ഷനിബിഡമായൊരു വനമേഖലയായിരുന്നു. വന്യമൃഗങ്ങളുടെ ഒച്ച ചെവിയിൽ മുഴങ്ങുന്നു. കാട്ടുജീവികളുടെ ശബ്ദം വല്ലാതെ ഭയപ്പെടുത്തുന്നു. തണുപ്പിരച്ച് കയറുന്നു. മഞ്ഞ്, കോടമഞ്ഞ് പെയ്തിറങ്ങുന്നു. വിറയ്ക്കുന്നു, വിയർക്കുന്നു. നിങ്ങൾക്കിവിടെ ആവശ്യം എന്താണ്? നിങ്ങൾക്കിവിടെ ആവശ്യം കേക്കല്ല. നിങ്ങൾക്കിവിടെ ആവശ്യം ആയുധമല്ല. നിങ്ങൾക്കിവിടെ ആവശ്യം പണമല്ല, ഡോളറല്ല. കാട്ടിലെ വഴി അറിയാവുന്ന, നിങ്ങളെ വീട്ടിലെത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു വഴികാട്ടിയാണെങ്കിൽ, നിങ്ങളെ നിത്യ വീട് വരെ എത്തിക്കാൻ കഴിവുള്ള ഒരു വഴികാട്ടി ഇന്ന് രാത്രി യോഗത്തിനെത്തിയിട്ടുണ്ട്. കൈനീട്ടി ഏറ്റെടുക്കാൻ തയ്യാറായാൽ അവൻ ഈ രാത്രി നിന്റെ കൈക്ക് കയറി പിടിക്കുന്ന രാത്രിയായിരിക്കും.